വെൽക്കം ടു അപ്ഗ്രേഡ് അക്കാഡമി. ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റിൽ എൻറോൾ ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് KSRൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. KSR പബ്ലിഷ് ചെയ്ത ഡേറ്റ്, പുറത്തിറക്കിയ സർക്കുലർ നമ്പർ, പാർട്ട് 3 നിലവിൽ വന്ന ഡേറ്റ് ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ. ക്വസ്റ്റ്യൻസ് പറയുന്നതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട പാർട്ടും റൂൾസും കൂടി പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. നോട്ട് ചെയ്യാൻ മറക്കരുത്. സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോസ് ആവർത്തിച്ച് കേൾക്കാനും ശ്രമിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മാക്സിമം പീരീഡ് ഓഫ് ജോയിനിങ് ടൈം അഡ്മിസിബിൾ. ഓപ്ഷൻ എ 8 days including Sundays and holidays. Option B 30 days including Sundays and holidays. Option C 8 days including Sundays and holidays. Option D 8 days including Sundays. നമ്മുടെ ക്വസ്റ്റ്യൻ പരമാവധി എത്ര ദിവസത്തേക്കാണ് ജോയിനിങ് ടൈം ലഭിക്കുന്നത് എന്നതാണ്. KSR പാർട്ട് 1 റൂള് 127 പ്രകാരം പരമാവധി 30 ദിവസത്തേക്കാണ് ജോയിനിങ് ടൈം ലഭിക്കുന്നത്. ഈ 30 ദിവസം എന്നതിൽ ഞായറാഴ്ചകളും ഉൾപ്പെടും എന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 30 days ഇൻക്ലൂഡിങ് സൺഡേസ് ആൻഡ് ഹോളിഡേയ്സ് എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബാറിംഗ് ഓഫ് ഇൻക്രിമെൻറ്റ് വിത്തൗട്ട് ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഈസ്. ബാറിംഗ് ഓഫ് ഇൻക്രിമെൻറ്റ് വിത്തൗട്ട് ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഈസ്. Option A increments are withheld for a particular period and later release them with previous effect and without any monetary benefit. Option B increments are withheld for a particular period and later release them with all benefit. Option C increments are barred during the entire service. Option D increments are barred when the pay is stagnant. നമ്മുടെ ക്വസ്റ്റ്യൻ ക്യുമുലേറ്റീവ് എഫക്റ്റിൽ അല്ലാത്ത ഇൻക്രിമെൻ്റ് ബാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. ബാറിംഗ് ഓഫ് ഇൻക്രിമെൻ്റ് എന്നത് 2 തരത്തിലാണുള്ളത്: വിത്ത് ക്യുമുലേറ്റീവ് ഇഫക്റ്റും വിത്തൗട്ട് ക്യുമുലേറ്റീവ് ഇഫക്റ്റും. ഇതിൽ ഇൻക്രിമെൻ്റ് ബാർ വിത്ത് ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്നാൽ സ്ഥിരമായി ഇൻക്രിമെൻ്റ് തടഞ്ഞു വയ്ക്കുന്ന പ്രവൃത്തിയാണ്. ഇൻക്രിമെൻ്റ് ബാർ വിത്തൗട്ട് ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്നാൽ താൽക്കാലികമായി മാത്രം ഇൻക്രിമെൻ്റ് തടഞ്ഞു വയ്ക്കുകയും നിശ്ചിത കാലം കഴിഞ്ഞാൽ കുടിശ്ശിക നൽകാതെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻക്രിമെൻറ്റ്സ് ആർ withheld for a particular period and later release them with previous effect and without any monetary benefit. Next question: what is subsistence allowance? What is subsistence allowance? Option A monthly allowance to the people affected by natural calamities. Option B monthly allowance granted to the officers who are placed under suspension. Option C allowance granted to officers who are on leave without allowance. Option D allowance granted to officers of last grade service. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സബ്സിസ്റ്റൻസ് അലവൻസ് എന്താണ് എന്നതാണ്. സസ്പെൻഷന് വിധേയനായ ഒരു ജീവനക്കാരന് നൽകുന്ന അലവൻസ് ആണ് സബ്സിസ്റ്റൻസ് അലവൻസ്. അപ്പോൾ KSRലെ പാർട്ട് 1 റൂള് 55 ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ഹാഫ് പേ ലീവ് സാലറിക്ക് തുല്യമായ നിരക്കിലാണ് ഈ അലവൻസ് നൽകുന്നത്. സസ്പെൻഷൻ കാലയളവിൽ മറ്റെവിടെ നിന്നും ശമ്പളം ലഭിക്കുന്നില്ല എങ്കിൽ മാത്രമേ ഈ അലവൻസ് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മന്ത്ലി അലവൻസ് ഗ്രാൻഡഡ് ടു ദി ഓഫീസേഴ്സ് ഹു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫീ മീൻസ്.
Option A. Payment to an officer from a source other than general revenue of the state. Option B. Charges realized from public for the service rendered to them. Option C. Charges realized from a particular person for damages caused by him. Option D. Charges realized from a person being the cost of a particular item sold to him. ഫീസ് എന്നതുകൊണ്ട് സർക്കാർ സർവീസിൽ അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സർക്കാരിൻ്റെ ജനറൽ റവന്യൂവിൽ നിന്നല്ലാതെ ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന പ്രതിഫലത്തെയാണ് ഫീ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. KSR പാർട്ട് ഫസ്റ്റിൽ റൂൾ 12 ഡെഫിനിഷൻ എന്ന ഭാഗത്തിലാണ് ഫീ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇതിന് സമാനമായ മറ്റൊരു ടേമാണ് ഓണറേറിയം. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. പേയ്മെൻറ്റ് ടു ആൻ ഓഫീസർ ഫ്രം എ സോഴ്സ് അതർ ദാൻ ജനറൽ റവന്യൂ ഓഫ് ദി സ്റ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Maximum number of leave not due that can be granted to an officer for his entire service is. Option A 180 days. Option B 240 days. Option C 360 days. Option D 90 days. ഒരു ഉദ്യോഗസ്ഥൻ്റെ ആകെ സർവീസിനിടയിൽ അദ്ദേഹത്തിന് അനുവദിക്കുന്ന ലീവ് നോ ഡ്യൂ എത്ര കാലയളവിലേക്കായിരിക്കും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. KSR പാർട്ട് ഫസ്റ്റ് റൂൾ 85 ലീവ് നോ ഡ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപ്രകാരം ഒരു ജീവനക്കാരൻ്റെ മൊത്തം സർവീസ് കാലയളവിൽ അനുവദിക്കാവുന്ന പരമാവധി ലീവ് നോ ഡ്യൂ 360 ഡേയ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 360 ഡേയ്സ് ആണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു തവണ പരമാവധി അനുവദിക്കാവുന്ന ലീവ് നോ ഡ്യൂ എത്ര എന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ ആൻസർ 90 ഡേയ്സ് എന്നാവുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ടെമ്പററി പോസ്റ്റ് മീൻസ്. ഓപ്ഷൻ എ പോസ്റ്റ് സാങ്ഷൻഡ് വിത്തൗട്ട് എ ടൈം സ്കെയിൽ. ഓപ്ഷൻ ബി a post sanctioned for vacation duty. Option C. A sanctioned post will exist till the retirement of an officer who is appointed in the post. Option D. A post sanctioned for a limited period and carrying definite scale of pay. വ്യക്തമായ ശമ്പളത്തോടു കൂടി ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പോസ്റ്റിനെയാണ് ടെമ്പററി പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടെമ്പററി പോസ്റ്റ് മീൻസ്, അതായത് ടെമ്പററി പോസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. വ്യക്തമായ ശമ്പള നിരക്കോടു കൂടി ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പോസ്റ്റിനെയാണ് ടെമ്പററി പോസ്റ്റ് എന്ന് പറയുന്നത്. KSR പാർട്ട് ഫസ്റ്റ് റൂൾ 12 ടെമ്പററി പോസ്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എ പോസ്റ്റ് സാങ്ഷൻഡ് ഫോർ എ ലിമിറ്റഡ് പീരീഡ് ആൻഡ് ക്യാരിങ് ഡെഫിനിറ്റ് സ്കെയിൽ ഓഫ് പേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Amount of spectacle allowance is. Option A 1,500 only. Option B 3,000 only. Option C 1,500 once in 5 years. Option D 3,000 in 3 years. കണ്ണാടിക്കുള്ള അലവൻസ് എത്ര രൂപയാണ് എന്നതാണ് ചോദ്യം. ഏറ്റവും പുതിയ പേ റിവിഷൻ ഉത്തരവ് പ്രകാരം 1,500 രൂപയാണ് സ്പെക്ടക്കിൾ അലവൻസ് എന്ന് പറയുന്നത്. 1,500 ഉള്ളി. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ഇത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1,500 once in 5 years. Next question. Rate of house rent allowance admissible in Class B municipalities. Option A 6% of basic pay. Option B 8% of basic pay. Option C
10% of basic pay. Option D 4% of basic pay. ക്ലാസ് ബി മുനിസിപ്പാലിറ്റികളിൽ ലഭിക്കുന്ന HRA എത്ര രൂപ എന്നതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും പുതിയ പേ റിവിഷൻ ഉത്തരവ് പ്രകാരം ക്ലാസ് ബി മുനിസിപ്പാലിറ്റികൾക്ക് ബേസ് പേയുടെ 8% ആണ് HRA ആയി ലഭിക്കുന്നത്. നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 8% ഓഫ് ബേസിക് പേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്സ്. Option A 5 increments of which last one as biennial increment. Option B 5 annual increments. Option C 3 increments in 4 years. Option D 4 increments in 5 years. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റുകൾ പരമാവധി എത്ര എണ്ണം ലഭിക്കുമെന്നതാണ് നമ്മുടെ ചോദ്യം. ഒരു ജീവനക്കാരൻ്റെ ശമ്പള സ്കെയിലിൻ്റെ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ തുടർന്ന് ലഭിക്കുന്ന ഇൻക്രിമെൻറ്റിനെയാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നിലവിലെ ഉത്തരവ് പ്രകാരം ആകെ 5 സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്സുകളാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ 4 ഇൻക്രിമെൻറ്റുകൾ വാർഷികമായും 5-ാമത്തേത് ദ്വൈവാർഷികമായുമാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 5 ഇൻക്രിമെൻ്റ് ഓഫ് വിച്ച് ലാസ്റ്റ് വൺ ആസ് biennial increment. Next question. Loading and unloading charges for journeys on transfer for grade first officers. Option A 450 at each end. Option B 500 at each end. Option C 800 at each end. ഓപ്ഷൻ ഡി 900 അറ്റ് ഈച്ച് എൻഡ്. ഒരു ഗ്രേഡ് ഫസ്റ്റ് ഓഫീസർ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസ്തുക്കൾ കയറ്റിയിറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എത്ര രൂപ കൂലിയായി ലഭിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും പുതിയ പേ റിവിഷൻ ഓർഡർ പ്രകാരം ഒരു ഗ്രേഡ് 1 ഓഫീസർക്ക് ട്രാൻസ്ഫറിൻ്റെ ഭാഗമായി യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ ആരംഭത്തിലും അവസാനത്തിലും കയറ്റിറക്ക് ഇനത്തിൽ 900 രൂപ വീതം ലഭിക്കും. KSR പാർട്ട് 2 റൂള് 67A ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ₹900 അറ്റ് ഈച്ച് എൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Daily allowance admissible to a grade second A officer outside the state. Option A 600 rupees. Option B 650 rupees. Option C 750 rupees. Option D 500 rupees. ഒരു ഗ്രേഡ് സെക്കൻഡ് എ ഓഫീസർക്ക് സംസ്ഥാനത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അനുവദിക്കുന്ന ഡെയിലി അലവൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഗ്രേഡ് സെക്കൻഡ് എ ഓഫീസർക്ക് സംസ്ഥാനത്തിന് പുറത്ത് പോകുമ്പോൾ 650 രൂപയാണ് ഡെയിലി അലവൻസായി ലഭിക്കുന്നത്. KSR പാർട്ട് 2 റൂള് 37 മുതൽ 40 വരെയുള്ള ഭാഗങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 650 rupees ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രേഡ് ഫസ്റ്റ് ഓഫീസർ ക്യാൻ ക്യാരി കിലോഗ്രാം ഓഫ് പേഴ്സണൽ എഫക്ട്സ് ഓൺ ട്രാൻസ്ഫർ ജേർണി. ഓപ്ഷൻ എ 1500 kg. ഓപ്ഷൻ ബി 2000 kg. ഓപ്ഷൻ സി 3000 kg. ഓപ്ഷൻ ഡി 3500 kg. സ്ഥലമാറ്റം ലഭിച്ച ഒരു ഉദ്യോഗസ്ഥന് അതിൻ്റെ ഭാഗമായുള്ള യാത്രയിൽ കൊണ്ടുപോകാവുന്ന പേഴ്സണൽ എഫക്ട്സ് എത്ര kg ആണെന്നാണ് ക്വസ്റ്റ്യൻ. KSR പാർട്ട് 2 റൂൾ 67A ഒരു ഗ്രേഡ് ഫസ്റ്റ് ഓഫീസർക്ക് 3000 കിലോഗ്രാം വരെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകാനുള്ള അനുവാദമുണ്ട്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 3000 kg ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. An officer with basic pay of
rupees 59,300 is included in the category of option A grade 2nd A officer, option B grade 4th officer, option C grade 1st officer, option D grade 2nd B officer. KSR പാർട്ട് 2 റൂൾ 1 പ്രകാരം ട്രാവലിംഗ് അലവൻസ് നൽകുന്നതിന് ഉദ്യോഗസ്ഥരെ 4 ഗ്രേഡായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഗ്രേഡ് 1, പിന്നെ ഗ്രേഡ് 2 2 വിഭാഗമുണ്ട്. ഗ്രേഡ് 2 എയും ഗ്രേഡ് 2 ബിയും, പിന്നെ ഗ്രേഡ് 3 ഗ്രേഡ് 4. അതായത് അടിസ്ഥാന ശമ്പളം 59,300 അതിനു മുകളിലും വരികയാണെങ്കിൽ 70,000 രൂപ താഴെ വരികയും ചെയ്യുകയാണെങ്കിൽ അവരെ ഗ്രേഡ് 2nd എ ഓഫീസർമാരായാണ് കണക്കാക്കുന്നത്. നമ്മുടെ ആൻസർ എ ആണ്, ഗ്രേഡ് 2nd എ ഓഫീസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എലിജിബിൾ ക്ലാസ് ഓഫ് ട്രാവൽ ബൈ റെയിൽ ഫോർ എ ഗ്രേഡ് 2nd ബി ഓഫീസർ. ഓപ്ഷൻ എ 2nd ക്ലാസ്, ഓപ്ഷൻ ബി ഫസ്റ്റ് ക്ലാസ് AC, ഓപ്ഷൻ സി 2nd ക്ലാസ് AC, ഓപ്ഷൻ ഡി 3rd ക്ലാസ് AC. ഒരു ഗ്രേഡ് 2nd ബി ഓഫീസർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അനുവദനീയമായ ക്ലാസ് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. KSR പാർട്ട് 2 റൂൾ 18 ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പ്രകാരം ഒരു ഗ്രേഡ് 2nd ബി ഓഫീസർക്ക് ട്രെയിനിൽ 3rd AC യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 3rd AC ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് ഇൻസിഡൻ്റൽ ചാർജസ് അഡ്മിസിബിൾ ടു എ ഗ്രേഡ് 1st ഓഫീസർ ഫോർ എ കിലോമീറ്റർ ഈസ്. ഓപ്ഷൻ എ 70 പൈസ, ഓപ്ഷൻ ബി 90 പൈസ, ഓപ്ഷൻ സി 40 പൈസ, ഓപ്ഷൻ ഡി 60 പൈസ. അതായത് ഒരു ഗ്രേഡ് 1st ഓഫീസർക്ക് 1 കിലോമീറ്ററിന് അനുവദനീയമായ ഇൻസിഡൻ്റൽ ചാർജ് എത്രയാണെന്നാണ്. ഏറ്റവും പുതിയ പേ റിവിഷൻ ഓർഡർ പ്രകാരം ഒരു ഗ്രേഡ് 1st ഉദ്യോഗസ്ഥന് 90 പൈസയാണ് 1 കിലോമീറ്ററിന് ഇൻസിഡൻ്റൽ ചാർജ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 90 പൈസ. അടുത്ത ക്വസ്റ്റ്യൻ, unauthorized absence beyond leave period is called. Option A joining time, option B service break, option C overstay of leave, option D dies known. അനുവദിക്കപ്പെട്ട ലീവ് കാലാവധി കഴിഞ്ഞതിന് ശേഷവും ഡ്യൂട്ടിയിൽ പ്രവേശിക്കാത്തതിനെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അവധി അതീതകാലം അഥവാ ഓവർസ്റ്റേൽ എന്നാണ് ഇതിന് പറയുന്നത്. KSR പാർട്ട് 1 റൂള് 96 ഓവർസ്റ്റേൽ ഓഫ് ലീവിനെ കുറിച്ച് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ഓവർസ്റ്റേൽ ഓഫ് ലീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലീവ് സാലറി അഡ്മിസിബിൾ ഫോർ സ്റ്റഡി പർപ്പസ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഈക്വൽ ടു ഹാഫ് പേ ലീവ് സാലറി, ഓപ്ഷൻ ബി ഈക്വൽ ടു ഏൺഡ് ലീവ് സാലറി, ഓപ്ഷൻ സി ഹാഫ് പേ ലീവ് സാലറി വിത്തൗട്ട് DA, ഓപ്ഷൻ ഡി നോ ലീവ് സാലറി ഈസ് അഡ്മിസിബിൾ. അപ്പം സ്റ്റഡി പർപ്പസിനായി എടുക്കുന്ന ലീവിനുള്ള സാലറി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. KSRലെ അപ്പൻഡിക്സ് 12B പ്രകാരമാണ് സ്റ്റഡി പർപ്പസിനായി ലീവ് അനുവദിക്കുന്നത്. ഇപ്രകാരമുള്ള ലീവിന് സാലറി അനുവദിക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി നോ ലീവ് സാലറി ഈസ് അഡ്മിസിബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, an officer who retired from service have total service of 29 years, 2 months and 3 days. His qualifying service for pension will be option A 30 years, option B 29 years, option C 33 years, option D 20 years. സർവീസിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് ആകെ 29 വർഷവും 2 മാസവും 3 ദിവസവും സർവീസ് ഉണ്ടായിരുന്നുവെങ്കിൽ പെൻഷന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ക്വാളിഫയിങ് സർവീസ് എത്ര വർഷം എന്നതാണ് ക്വസ്റ്റ്യൻ. KSR പാർട്ട് 3
റൂൾ 57 പ്രകാരം 29 വർഷവും ഒരു ദിവസവും ഉണ്ടെങ്കിലും അതിനെ 30 വർഷമായിട്ടാണ് പരിഗണിക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 30 ഇയേഴ്സ് ആണ്. എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. താങ്ക് യു.